അതാ സംഭവം. കടപ്പുറത്തെ കച്ചവടം സങ്കടമാണ്. അതാ സങ്കടം തന്നെ. ഇത് അറിയണോ വാങ്ങും. അതല്ലേ അറിയണവർക്കേ അറിയുള്ളൂ. കടപ്പുറത്തെ കച്ചവടം അറിയണവർക്ക് അറിയും. ആ വിൽക്കാട്ടെ. ഞാൻ പിടിച്ചിട്ടൊരു നാക്കാലും നിങ്ങൾ ഇന്നലെ നിങ്ങളെ മലയാളന്മാർക്ക് കൊണ്ടുപോയത് കണ്ടല്ലോ. ഇവിടെ ഈ ചന്തയിൽ കിട്ടുമോ? ഈ ചന്തയിൽ കുട്ടികളെ നല്ല കട. ആ കുട്ടികളെ 30,000 രൂപയ്ക്ക് ഉണ്ട്. 26 ദിവസം എനിക്ക് കൊടുക്കുന്നത്. 65 ഇതിന് 65 ചോദിച്ചിട്ടുണ്ട്. ഒരു അഡ്ജസ്റ്റ്മെന്റ് വലിയ ഉണ്ടാവും. ഇതിനെത്ര? ഇത് 57. 57. അത് 60. ഇത് 60. ഇത് 27 ചെറുതൊക്കെ. ഇത് ഏകദേശം 27. ഇതൊക്കെ ഏകദേശം ഈ പോത്തൊക്കെ ഏകദേശം എത്ര തൂക്കം ഉണ്ടാവും? ഇത് ഏകദേശം എത്ര ഉണ്ടാവും? 2 കിലോയൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ചെറുതാണെങ്കിൽ 27 ഉണ്ട്. അതൊക്കെ എത്ര ഉണ്ടാവും? 80-70 ഉണ്ടാവും. അത് ഈ പോത്തൊക്കെ എത്ര വലിയ പ്രായമുള്ള? 4-3 കൊല്ലമൊക്കെ പോയത്. കുറച്ച് പറഞ്ഞാണ്. നാലേ മുക്കാലിന് കൊടുക്കാം. 47,500. 1,15,000. ഇതങ്ങനെ ഈ കയറിൻ്റെ 300 കിലോ ഉണ്ടാവും. 300 കിലോ ഉണ്ടാവും. ഇതിന് എത്ര വെച്ചിട്ടുണ്ട്? 1,15,000. 2,300 അതുണ്ടോ? പിന്നെ അത് 1,05,000. 1,500. പിന്നെ ഈ 2 ഇത് 2 നമുക്ക് 65 കഴിഞ്ഞ് കൊടുക്കാം. 65 കഴിഞ്ഞ്. ഇതെടുത്തോളി നിങ്ങൾ കോരിക്കാണെങ്കിൽ ഇനി അരേ കാലം അങ്ങോട്ടോ നല്ല ഇറക്കിയേക്കാം. ഓ പറിച്ചു 65 രൂപ. 67. പറഞ്ഞ ധൈര്യത്ത് പറഞ്ഞു. പോത്തിന്റെ കഴിഞ്ഞിട്ടാ എന്തിനും പറയില്ല. പോത്തിന്റെ കഴിഞ്ഞിട്ടാ ജൂടി ശരിക്കും മീൻ കച്ചവടമായിട്ടോ? കടപ്പുറത്തെ കച്ചവടമായിട്ടോ? ഇത് പോത്തി ആ ചന്ദന കാണില്ല ഇവിടെ നിന്ന്. കേട്ടി പിടിച്ച ചന്തകൾ കാണിച്ചേരി പറ.
മോനിടാ ഈ തള്ളരുമാക്ക് ആ കടക്കണേ എരുമാക്ക് 300 റുപ്യക്കില്ല. ഞാൻ 15 നേരത്തേക്ക് ഒരു എരുമ വാങ്ങിയിട്ട് 30,000 കൊടുത്ത് വാങ്ങിയിട്ട് 100 കിലോത്തിന് 2 കിലോ കുറവാണ്. തള്ളരുമ വാങ്ങിയിട്ട് നിങ്ങൾ ഓരിട്ടാണ് നല്ലത് തിന്നോളൂ. ഒരു 400 ആയിക്കോട്ടെ, 300 എന്നാലും കൊടുക്കാനോ പറഞ്ഞത് എത്ര കല്ലേശം ഒരു കൈനട്ട കച്ചവടം നമ്മൾ നോക്കുക. എടുക്കണം നമുക്ക് ഇത് നമ്മൾ തന്നെ അതിപ്പോ ഞാൻ ചോദിച്ചിട്ടില്ല. എനിക്ക് കൊടുക്കാൻ പറ്റുമോന്ന് ചോദിച്ചിട്ടുള്ളൂ. വേറെ വാങ്ങുന്നവരുണ്ടോ? എന്റെ മുതൽ എന്റെ അടുത്തല്ലേ, അത് ഞങ്ങളുടെ അടുത്തല്ലേ? ചോദിക്കുന്നതിന് ഒരു മുതലില്ല. ഇതൊക്കെ പാലിന്റെ ബൈക്കണം. രണ്ട് കാരണം നോക്കി, ഇത് 2 പാലിന്റെ ബൈക്കണം. കയറിച്ചില്ല നിങ്ങൾ പേടിച്ചാ കയ്യട്ടി രാവിലെ തന്നെ നിങ്ങൾക്ക് വർത്താളെ എത്ര ഇതൊക്കെ നിങ്ങൾ ഓല് കറന്ന് കഴിഞ്ഞിട്ട് ഇവിടെ കൊടുന്നിട്ട് 10,000 കുറച്ചാണ്ട് നമുക്ക് കൊടുന്നോട്ടെ. 100 റുപ്യ ഒരു മനുഷ്യൻ പറഞ്ഞ വർത്താനം കേൾക്കുന്നുണ്ടെങ്കിൽ തരൂല. അല്ല നിങ്ങൾ 100 റുപ്യ അപ്പൊ നിങ്ങളെ പൈസ 100 റുപ്യ ഒന്നും വേണ്ട. നിങ്ങൾ പയ്യ കൊടുത്താളി. 100 റുപ്യ നിങ്ങൾക്ക് പറ്റിയെങ്കിൽ അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു പറ്റി അതൊക്കെ പറ്റിയില്ലെങ്കിൽ എന്റെ മകള് ഞാൻ കൊണ്ടുപോകണം. അല്ല, ഞാൻ രാവിലെ തന്നെ ഒരു കൈ ഇഞ്ഞൊരു കഴിഞ്ഞിട്ട് 100 റുപ്യ ഞാനൊരു പറ്റി വെച്ചിട്ട് അവിടെ കണ്ട പൈസ അവിടെ കെട്ടിക്കണം. ഇത് പറയാം, ഇതും കൂടി അനക്ക് എന്നെ ആക്കാൻ വേണ്ടിട്ടാ. ഞാൻ ഈ രണ്ടും കൂടി ഞങ്ങൾക്ക് ഒരു വണ്ടി വിളിച്ച് കൊണ്ടുപോകാച്ചിട്ടാ. പൈസ കിട്ടുന്ന ഇപ്പം വാങ്ങിയൊക്കെ ബുക്കിൽ ഇങ്ങനെ എഴുതണ്ടല്ലോ എഴുതിയിട്ടാ. പൈസ 6 മാസം കഴിഞ്ഞിട്ട് തരുള്ളൂ. മടാ കഴിഞ്ഞു പറ്റിയതെന്നാ ഞാനല്ല അത് ഇത് മാടപ്പണേന ഇത് നിങ്ങൾ ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾ പാലൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ കൊണ്ടുവന്നാളി 10,000 കുറച്ചുകൊണ്ട് ഇവിടെ കൊണ്ടുവന്നാളി. ഞാൻ വിളിച്ചോണ്ടേ ഇനി 2 കൂട്ടരും പറഞ്ഞാൽ കേൾക്കണം. അത് എനിക്ക് കൊടുക്കാൻ പറ്റുന്നെങ്കിൽ കൊടുത്തളം വാനോ. ആ പറ്റാണ്, അല്ലാതെ ഇതിപ്പോ ഔക്കാണ്ടുള്ള പരിപാടിയൊന്നും വേണ്ട. ഉള്ളിട്ട് കാണുന്നതാണ്. അങ്ങനെ നേരം വെക്കുമ്പോ ആ കായ് കൊടുക്കണേ. ആ കായ് കൊടുത്തിട്ട് നടക്കൂലേ? അത് മേമാട്ടം കൊണ്ട് കിട്ടിയ ഒരൊറ്റ ഒന്നും കൂടി
ഇത് ഞാൻ പിടിച്ചിട്ടൊരു നാക്കാലും പിടിച്ചാണെങ്കിൽ വരുന്ന ആഴ്ച ഞാൻ എൻ്റെ അടുത്ത് തരൂല. മാണ്ട നിങ്ങൾ ഇന്നലെ നിങ്ങളെ മുതലാളിമാർക്ക് കൊണ്ടുപോയത് കണ്ടല്ലോ ഇവിടെ കിട്ടും ഈ ചന്തയിൽ കിട്ടുമോ ഈ ചന്തയിൽ കിട്ടാ ബൈക്കുട്ടികളെ നല്ല കട ആ ബൈക്കുട്ടികൾ 30,000 ചെറുതൊക്കെ ഉണ്ട് 26 ലക്ഷം എനിക്ക് കൊടുക്കുന്നത് പണയം കൂട്ടിയെ പറ്റി ഇതും കൂടി ഇതും കൂടി ഞാനൊരു വിഷയം പറയും അരണ്ടാവും ഇതും കൊടുക്കും എങ്ങനെ അരണ്ടാവും നിങ്ങൾക്ക് പറ്റിച്ചത് അല്ലല്ല അല്ല പേടിച്ചാണ് ഒന്നും വിഷയമല്ല ഇത് കോലുണ്ടോ എനിക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഇത് കഴിക്കാം ഞാൻ എൻ്റെ തന്നെ ആയിക്കോട്ടെ നീരുണ്ടാവും അത് കഴിക്കാൻ വാങ്ങി നിങ്ങളെ കറ്റ വാങ്ങി അവർക്ക് കൊടുക്കാൻ പറ്റുമോ എനക്കൊരു ബാസിറ്റ് കൊടുക്കണ്ട 3 എണ്ണം ഒരു എണ്ണം കൂടി ഞങ്ങൾക്ക് വാങ്ങിയിട്ട് വണ്ടിക്ക് എത്താൻ വേണ്ടിയാണ് അതിന് എങ്ങനെ ഞാൻ ഇപ്പൊ ഇത് കൊട്ടി ഒഴിവാക്കി പോവാണ് $14 ഉണ്ടാവും മാറ്റും ഉണ്ടാകുന്ന ആ പറ്റി ഞങ്ങൾക്ക് സന്തോഷപ്പെട്ടു കൊടുക്കടാ സന്തോഷം നിങ്ങളെ മാരിയേക്ക് തരാം എന്താ പോയി അതൊക്കെ 5 കഴിഞ്ഞ പ്രാവശ്യം കണ്ടില്ല വേണ്ട അത് പറയില്ല അത് പറയാൻ പാടില്ല വേണ്ട
പറഞ്ഞാളി എങ്ങനെ ഒരു കാര്യം ഒറ്റ കാര്യം അതിനല്ല പിടിച്ചു കിടക്കൂലേ അത് ഇങ്ങോട്ട് കിട്ടും അങ്ങനെ ഞാൻ പറയുമ്പോ അങ്ങനെ ഇങ്ങനെ എത്ര കണ്ടിട്ടായാലും അതെ 13 കായ പോലില്ല 4-0 അത് പറയുള്ളൂ അങ്ങനെ പറയുള്ളൂ ആ കണക്കൊന്നും കൂട്ടിയിട്ട് കാര്യമുണ്ടോ ഇത് പെരുന്നാൾ ചന്തല്ലേ അതെ അത് കുടിക്കാൻ വേണ്ടിട്ടാണ് അതൊന്നും പിന്നെ അണ്ണനെ വരെ കുറവ് 10 കേറിയിട്ടുണ്ടാവും വിചാരിച്ചു റിസൾട്ട് വന്നു 10,000 വന്നു എടാ ഓനോടാ അത് ചോദിച്ചാനോടാ ഇത് ഞാൻ പിടിച്ചിട്ടൊരു നാക്കാലും പിടിക്കുകയാണെങ്കിൽ ഞാൻ അന്റെ അടുത്ത് കയറൂല. ആണ്ട നിങ്ങൾ ഇന്നലെ നിങ്ങളെ മൊലാൾമാർക്ക് കൊണ്ടുപോയത് കണ്ടല്ലോ ഇവിടെ ഈ ചന്തയിൽ കിട്ടുമോ ഈ ചന്തയിൽ എന്റെ അടുത്ത് വന്ന് വേറെ ഇല്ലായിട്ടല്ലോ. കുട്ടികളെ നല്ല കട ആ കുട്ടികൾ 30,000 രൂപ എടുത്തിട്ടുണ്ട് 26 ലക്ഷം എനിക്ക് കൊടുത്തത് അതാ സംഭവം കടപ്പുറത്തെ കച്ചവടം സങ്കടമാണ്. അതാ സങ്കടം തന്നെ അറിയണോ വാങ്ങും അതല്ലേ അറിയണവർക്കേ അറിയുള്ളൂ കടപ്പുറത്തെ കച്ചവടം അറിയണവർക്കേ അറിയണവർക്ക് അറിയും ആ സാധനം ആ കേട്ടെ